വൃന്ദാവനത്തിലെ പുലർക്കാലങ്ങൾ എന്നും പാട്ടുകളും പശുക്കളുടെ മണികളും കൊണ്ട് ഉണരുന്നവയായിരുന്നു. എന്നാൽ യമുനാ നദിയുടെ ഒരു ഭാഗം മാത്രം മരണത്തിൻ്റെ നിശബ്ദതയിലായിരുന്നു. അവിടെ കാളിന്തി മട എന്ന കയത്തിൽ 1000 തലകളുള്ള കാളിയൻ എന്ന സർപ്പം വസിച്ചിരുന്നു. കാളിയൻ്റെ വിഷം ആ പുഴവെള്ളത്തെ കറുത്തിരുണ്ട നീല നിറമാക്കി മാറ്റി. ആ വിഷത്തിൻ്റെ കാഠിന്യം കാരണം പുഴയ്ക്കു മുകളിലൂടെ പറക്കുന്ന പക്ഷികൾ പോലും ബോധം കെട്ട് വെള്ളത്തിൽ വീണ് മരിക്കുമായിരുന്നു. തീരത്തെ പച്ചപ്പുകളെല്ലാം കരിഞ്ഞുണങ്ങി. ഒരു ദിവസം പശുക്കളെ മേയ്ക്കാൻ പോയ ഗോപകുമാരന്മാർ ദാഹം സഹിക്കവയ്യാതെ ആ പുഴയിലെ വെള്ളം കുടിച്ചു. നിമിഷങ്ങൾക്കകം പശുക്കളും ഗോപാലന്മാരും വിഷമേറ്റ് തളർന്നു വീണു. ഇതറിഞ്ഞ കൃഷ്ണൻ അവിടേക്ക് ഓടിയെത്തി. തൻ്റെ പ്രിയപ്പെട്ട പശുക്കളും കൂട്ടുകാരും മരണത്തോട് മല്ലിടുന്നത് കണ്ടപ്പോൾ ആ കണ്ണുകളിൽ ദേഷ്യം തിളങ്ങി. തൻ്റെ അമൃതസ്പർശം കൊണ്ട് അദ്ദേഹം എല്ലാവരെയും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. എന്നിട്ട് യമുനയെ ഈ ദുരിതത്തിൽ നിന്ന് രക്ഷിക്കാൻ കൃഷ്ണൻ തീരുമാനിച്ചു. തൊട്ടടുത്തുള്ള ഒരു വലിയ കടമ്പ് മരത്തിൽ ഓടിക്കയറി കൃഷ്ണൻ ആ വിഷം നിറഞ്ഞ കയത്തിലേക്ക് എടുത്തു ചാടി. വെള്ളം ഇരമ്പുന്നത് കേട്ട് കാളിയൻ പുറത്തു വന്നു. ഒരു കുഞ്ഞു ബാലൻ തൻ്റെ സാമ്രാജ്യത്തിൽ അതിക്രമിച്ചു കയറിയത് അവന് സഹിച്ചില്ല. കാളിയൻ കൃഷ്ണനെ തൻ്റെ ഭീമാകാരമായ ശരീരം കൊണ്ട് വരിഞ്ഞു മുറുക്കി. കരയിൽ നിൽക്കുന്ന യശോദാമ്മയും നന്ദഗോപരും വൃന്ദാവനവാസികളും അലറിക്കരഞ്ഞു. പലരും ബോധരഹിതരായി വീണു. എന്നാൽ ഭഗവാൻ ഒരു ലീലയെന്നോണം തൻ്റെ ശരീരം വളർത്താൻ തുടങ്ങി. കാളിയൻ്റെ പിടി അയഞ്ഞു. പെട്ടെന്ന് കൃഷ്ണൻ കാളിയൻ്റെ ഫണങ്ങൾക്ക് മുകളിലേക്ക് ഒരൊറ്റ ചാട്ടം. ലോകം കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും അത്ഭുതകരമായ നൃത്തം അവിടെ ആരംഭിച്ചു. കാളിയൻ തൻ്റെ 1000 തലകളും ഉയർത്തി കൃഷ്ണനെ കൊത്താൻ നോക്കി. എന്നാൽ ഓരോ തല ഉയരുമ്പോഴും കൃഷ്ണൻ അതിനു മുകളിൽ ചവിട്ടി താളത്തിൽ നൃത്തം ചെയ്തു. ഭഗവാന്റെ പാദങ്ങൾ കാളിയൻ്റെ അഹങ്കാരത്തെ ചവിട്ടി മെതിച്ചു. കാളിയൻ്റെ ഓരോ തലയിൽ നിന്നും രക്തവും വിഷവും പുറത്തു വന്നു. അവൻ അങ്ങേയറ്റം തളർന്നു. തൻ്റെ ഭർത്താവിൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് കണ്ട കാളിയ പത്നിമാർ ഓടിയെത്തി ഭഗവാനോട് മാപ്പിരന്നു. ഭഗവാന്റെ പാദസ്പർശമേറ്റതോടെ കാളിയൻ്റെ ഉള്ളിലെ അഹങ്കാരം നശിച്ചു. അവൻ കൈകൂപ്പി പറഞ്ഞു, പ്രഭു, വിഷം ചീറ്റുക എന്നത് എൻ്റെ സ്വഭാവമാണ്. അങ്ങ് തന്ന സ്വഭാവം കൊണ്ട് ഞാൻ ജീവിച്ചു. എന്നോട് ക്ഷമിക്കണം. കാളിയൻ്റെ വിനയത്തിൽ സംപ്രീതനായ കൃഷ്ണൻ അവനെ കൊല്ലാൻ തുനിഞ്ഞില്ല. പകരം അവനോട് പറഞ്ഞു, നീ ഇവിടത്തെ പശുക്കളെയും പക്ഷികളെയും ഒരുപാട് ഉപദ്രവിച്ചു. ഇനി നിനക്കിവിടെ സ്ഥാനമില്ല. നിന്റെ കുടുംബത്തോടൊപ്പം രമണകാദ്വീപിലേക്ക് പോവുക. നിന്റെ തലയിൽ എൻ്റെ പാദമുദ്ര ഉള്ളതുകൊണ്ട് നിന്റെ ശത്രുവായ ഗരുഡൻ ഇനി നിന്നെ ഉപദ്രവിക്കില്ല. ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് കാളിയൻ യമുന വിട്ടുപോയി. മരിച്ചെന്നു കരുതിയ കണ്ണൻ വെള്ളത്തിനു മുകളിൽ കാളിയൻ്റെ തലയിൽ നൃത്തം ചെയ്തു വരുന്നത് കണ്ടപ്പോൾ വൃന്ദാവനം മുഴുവൻ സന്തോഷം കൊണ്ട് ആറാടി. യമുനയിലെ വെള്ളം വീണ്ടും തേൻ പോലെ മധുരമുള്ളതായി മാറി.